പിണറായി വിജയനും AK ബാലനും എല്ലാം ചേർന്ന് ഇപ്പൊ കേരളത്തിന് ചെയ്തൊരു വലിയ സംഭാവന, മനുഷ്യൻ മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാട് കലാപം എന്ന അധ്യായത്തെ വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ പൊതു മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഇതില് പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ കലാപത്തിൽ ആകെ പുകഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ പോയി എന്നും അവിടുത്തെ വീടുകളിലൊക്കെ കയറിയെന്നും ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ഏത് കാലത്തും ഭയമില്ലാതെ പോകാൻ പറ്റിയെന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ചു എന്നുമൊക്കെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടല്ലോ. ആ പറയുന്നതിൽ സത്യത്തിൽ അത് സാധ്യമായ ഒന്നായിരുന്നുവോ? നടന്നിട്ടുണ്ടോ? അതോ ഇപ്പോ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നു കഴിഞ്ഞപ്പോ ഇല്ലാത്തൊരു തള്ള് അദ്ദേഹത്തിന്റെ വക വെച്ചു കൊടുക്കണം? എന്താ സംഭവിക്കുന്ന യഥാർത്ഥത്തില്? തള്ളായിരുന്നു ആണല്ലേ. അതായത് 2003 മെയ് 5-ാം തീയതി മാതൃഭൂമിയുടെ തലക്കെട്ട മൾട്ടിക്കോളം തലക്കെട്ട് മാറാട്ട് പിണറായിയെയും സംഘത്തെയും തടഞ്ഞു. 2003 മെയ് 5-ാം തീയതി മാറാട്ട് പിണറായിയെയും സംഘത്തെയും തടഞ്ഞു. ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിണറായി വിജയൻ അവിടെ ചെന്നു. കോടിയേരി ബാലകൃഷ്ണൻ, PK ശ്രീമതി, എളമരം കരി എന്നുള്ള ഇവരും സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ആ വീട്ടുകാർ തന്നെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പിന്നീട് മാറാട് നിൽക്കാൻ തന്നെ കഴിഞ്ഞില്ല. പിണറായി വിജയനും സംഘത്തിനും മാർക്സിസ്റ്റ് സംഘത്തിനും മാറാട് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഇതാണ് നടന്ന സംഭവം. അപ്പോൾ ഈ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ആന്റണി മുഖ്യമന്ത്രി ആന്റണി മാറാട് സന്ദർശിക്കുമ്പോൾ കൂടെ പോയ PK കുഞ്ഞാലിക്കുട്ടിയെ RSS പ്രതിഷേധം കാരണം കൂടെ കൂട്ടിയില്ല, ആന്റണി മാത്രം. പക്ഷെ ഞങ്ങള് ആരുടെയും അനുമതിയില്ലാതെ ഞങ്ങൾ പോയി കണ്ടു. ഇതാണ് തള്ളിയത് പിണറായി വിജയൻ. അപ്പോൾ വെട്ടേറ്റ് മരിച്ചവരുടെയൊക്കെ വീടുകൾ സന്ദർശിച്ചു എന്നുള്ള അവകാശവാദമൊക്കെ ആണല്ലോ. അതൊരു ഒന്നൊന്നര തള്ളായിപ്പോയി. ഇതാണ് സംഭവം. അപ്പോൾ ഒരു വിഭാഗം തടഞ്ഞു, മടക്കി അയക്കുകയാണ് ചെയ്തത് പിണറായി വിജയനെയും സംഘത്തെയും. അന്ന് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടിയുടെ. 2003 മെയ് 4-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 5-ാം തീയതിയിലെ മാതൃഭൂമിയുടെ ശീർഷകമാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ കൊല്ലപ്പെട്ട മാറാട് കലാപത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻ പുറായിൽ ദാസന്റെ വീട്ടിലേക്ക് കയറി ചെന്നു പിണറായി വിജയനും സംഘവും. അപ്പോൾ അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. അവിടെ പോയി എന്ന് പറഞ്ഞാൽ മാറാട് പോയി. ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്. മാറാട് പോയി, അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. പിന്നെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ, ഞാൻ അവിടെ പോയിരുന്നു, ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP ബീരാൻകോയ മറ്റേ പിണറായി വിജയന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു. അയാളോട് മാറാട്ടുകാർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതായത് പരിക്കേറ്റ ഈ കൊല്ലപ്പെട്ട ദാസനുണ്ടല്ലോ, ഈ പിണറായി ആദ്യം കയറിയ വീട് ആവിത്താൻ പുറായിൽ ദാസൻ, ഈ ദാസന് ഈ കലാപത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് പഞ്ചായത്തിന്റെ ജീപ്പ് കൈകാണിച്ച് നിർത്തിയപ്പോൾ കുടുംബക്കാരും നാട്ടുകാരും ജീപ്പ് നിർത്തിയില്ല. അതുകൊണ്ടാണ് ഈ ബീരാൻകോയെ കൂടെ കണ്ടപ്പോൾ ആളുകൾ തടഞ്ഞത്. അത് തന്നെ പിണറായി വിജയനോടുള്ള പ്രതിഷേധത്തിന് വലിയ കാരണമായി. അപ്പൊ ദാസന്റെ ഭാര്യയെയും മക്കളെയും കാണാൻ വീട്ടിലേക്ക് കയറുകയാണ് പിണറായി വിജയൻ. കയറിയപ്പോ സ്ത്രീകളാണ് വന്ന് തടഞ്ഞത്, എതിർത്തത്. ഇവിടെയൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട്. പണ്ട് VS ഒരു കൊല്ലപ്പെട്ട
പട്ടാള ഓഫീസറുടെ വീട്ടിൽ കയറിയപ്പോ അച്ഛൻ ചൂടായി അതെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സീൻ. ഏതാനും പേര് മുന്നോട്ട് എത്തി പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു പിണറായി വിജയനോട്. അങ്ങനെ പിണറായി വിജയനും സംഘവും പുറത്തിറങ്ങി പോവുകയാണ് ചെയ്തത്. ഈ ദാസന്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലും കയറുകയും ഇല്ല. അപ്പോൾ RSS നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞാലിക്കുട്ടിയെ ആന്റണി കൊണ്ടുപോകാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അന്ന് മാറാട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മാഷും മറ്റേ മലബാറിൽ നിന്നുള്ള ആളാണല്ലോ. മാറാട് ഈ ഞങ്ങൾ പോയി ഭയങ്കരമായിട്ട് അനുമതിയില്ലാതെ പോയി ആളുകളെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എന്തൊരു തള്ളല്ലേ. ഭയങ്കര തള്ളാണ് സർ, ഭയങ്കര തള്ളാണ്. അത് അതിന്റെ ഏറ്റവും വലിയൊരു ഞങ്ങളൊക്കെ സാക്ഷിയായതാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അന്ന് CPM-നോടുള്ള ആ പ്രദേശത്തുകാരുടെ അവിശ്വാസം വളരെ പ്രകടമായിരുന്നു. കലാപത്തിൽ തരാതരം പോലെ ഇവര് പ്രത്യക്ഷമായും പരോക്ഷമായും പങ്കുചേരുന്നുണ്ടോ എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. ഒന്ന് അരയ സമാജത്തിൻ്റെത്, മറ്റേത് അവിടുത്തെ മഹല്ല് ജമായത്തിൻ്റെത്. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ക്യാമ്പ്, ഒരു ഹിന്ദു ക്യാമ്പ്. ഇതിനിടയിൽ ഒരു പുട്ടുകച്ചവടം പോലെ ഒരു CPM ക്യാമ്പ് തുറന്നു വെച്ചു ഇപ്പുറത്ത്. പക്ഷെ ദയനീയമായിരുന്നു അവിടുത്തെ സ്ഥിതി. നാട്ടുകാരും ഈ ക്യാമ്പിലേക്ക് ഇവർ പറഞ്ഞത് ഇത് മനുഷ്യൻ്റെ ക്യാമ്പ്, മറ്റേത് മതത്തിൻ്റെ ക്യാമ്പ് എന്നാണ്. പക്ഷേ ഈ ക്യാമ്പിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത് അത്രയേറെ അവിശ്വാസം അവിടുത്തുകാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ അക്കാലത്ത് ആ കാലത്ത് ഏറെക്കുറെ ഈ CPM-ന്റെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. ഒരു എന്ന് പറഞ്ഞാൽ ഞാനന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കടപ്പുറത്തെ നിലപാട് മറ്റൊന്നും മലയോരത്തെ നിലപാട് മറ്റൊന്നുമായിരുന്നു. ഞാൻ പറയുന്നത് നാദാപുരത്ത് നിന്ന് മാറാട്ടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസമാണത്. തരാതരം പോലുള്ള വർഗീയത ഇപ്പൊ കളിക്കുന്ന കളി തന്നെ ആ കളി കളിച്ചു എന്നുള്ളതാണ്. നാദാപുരത്ത് കളിച്ച കളിയല്ല മാറാട്ട് കളിച്ചത്. കാരണം മാറാട്ട വോട്ട് ബാങ്ക് ആണല്ലോ അവിടുത്തെ ഒരു പ്രശ്നം. അപ്പോ ഇത് സത്യം തീർച്ചയായിട്ടും ഇത് വസ്തുതയാണെന്ന് പത്രങ്ങളിൽ വന്നതാണ്. ഇതൊക്കെ അവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, കാരണം മാഷിന് ഇനി പറയുമ്പോൾ കൂടുതൽ സഹായകമാകുന്നൊരു വിവരം, FIR-ലും കലക്ടർ കൊടുത്ത മൊഴിയിലും പിന്നെ തോമസ് B. ജോസഫ് കമ്മീഷൻ റിപ്പോർട്ടിലും ഈ മാറാട് കലാപത്തില് അറസ്റ്റിലായവരുടെ കൂട്ടത്തില് 78 CPM CPI പ്രവർത്തകരുണ്ട് എന്ന് രേഖയിലുണ്ട്. അവർക്ക് കലാപത്തിലിപ്പോ പങ്കുണ്ടായിരുന്നോ? എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കാരണം? അതെ, എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു? CPM പ്രവർത്തകന്മാർ എങ്ങനെയാണ് ഏറ്റവും കുപ്രസിദ്ധമായ ഒരു വർഗീയ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതിന് ഉത്തരവാണ് ശരിക്കും പിണറായി വിജയൻ പറയേണ്ടത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി ആണല്ലോ പിണറായി വിജയൻ. അതിന് മറുപടി പറയാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല ഈ അബ്ദുൽ നാസർ ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, പിന്നീട് എൻ്റെ ഓർമ്മ ഷിബിൻ എന്ന് പറഞ്ഞിട്ട് 2015-ലോ മറ്റോ ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ചെയ്തു. ആ കേസ് 2024-ലും ഉണ്ടായിരുന്നു. അതാണ് എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ഈ പറയുന്ന പോലെ രണ്ട് മതങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്ത് മനുഷ്യന്റെ ദുരിതാശ്വാസ ക്യാമ്പ് വെച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ CPM-ന്റെ റോൾ എന്താണ്? CPM ഈ മതം തിരിഞ്ഞ് കൃത്യമായി പക്ഷം ചേർന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളോട്, ഒരു ചെറുപ്പക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവിനെ, ഒരു DYFI-കാരനെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യം ആ പ്രദേശത്തുകാർക്ക് വരുന്നത് എങ്ങനെയാണ്? ഇവനോട് എങ്ങനെയാണ് പക വരുന്നത്? ഇവൻ കൃത്യമായി പക്ഷം ചേർന്ന് ഏതെങ്കിലും ഒരു വർഗീയതയോട് ചേർന്ന് കളിച്ചിട്ടുണ്ടാവും എന്ന് വേണമല്ലോ കരുതാൻ. അതോടുകൂടി ചേർത്ത് ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മാറാട് കലാപത്തിലാണ് ഞാൻ കണ്ടിടത്തോളം പ്രിന്റ് അവിടെ CPM എടുത്തിരിക്കാവുന്ന നിലപാട്. ഇപ്പൊ ബീരാങ്കോയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞത് അവിടെ ഭരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെയ്തിരിക്കുന്നത്, കാരണം അവിടുത്തെ അരയന്മാര് ഭൂരിപക്ഷവും വന്ന RSS-ന്റെയും BJP-യുടെയും കൂടെയല്ലേ. എതിർപക്ഷത്തിൽ ലീഗിന്റെ കൂടെ ആയിരിക്കില്ല ചേർന്നിട്ടുണ്ടാവുക, LDF-ന്റെ ഒക്കെ കൂടെ ആണല്ലോ. അതിന്റെ പ്രകടമായ ഉദാഹരണമാണത്. അതിന് ശേഷം കൂടി ഒരു കാര്യം കൂടി ഉണ്ട് സാർ. ഈ കലാപത്തില് ആരൊക്കെ പങ്കുവഹിച്ചു? പ്രത്യക്ഷത്തിൽ അവിടെ ഇപ്പോൾ വേപ്പൂരിൽ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുണ്ട്. അതേസമയത്ത് പരോക്ഷമായി ആരൊക്കെ പിന്തുണച്ചു? ഞാൻ കണ്ടിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അബ്ദുൽ നാസർ മദനിയുടെ കൂടെ ഈ PDP സ്ഥാപിച്ച കാലത്ത് മദനി ചെയർമാനും അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു CP ചിത്രഭാനു ഉണ്ടായിരുന്നു. അദ്ദേഹം ഈയിടെ മരിച്ചുപോയി, കഴിഞ്ഞ മാസം മരിച്ചു.
CP ചിത്രഭാനു നേരിട്ട് എഴുതിയ പുസ്തകമുണ്ട് മദനിയെക്കുറിച്ച്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മദനിയുടെ മുറിയിൽ ഒരു രാത്രിയിൽ ഉറങ്ങുമ്പോൾ രാത്രിയിൽ ഫോൺ വന്നു, ഉസ്താദെ മാറാട് കടപ്പുറത്ത് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്, അതിലാവശ്യമുള്ള സാധനങ്ങളുണ്ട്. അന്നാണ് ഞാൻ ആ ബന്ധം വിച്ഛേദിച്ചതെന്ന് പറയുന്നുണ്ട്. അന്വേഷിച്ച് നോക്കുമ്പം ആയുധങ്ങളായിരുന്നു പുറത്തുനിന്ന്. എന്ന് പറഞ്ഞാൽ ഈ മദനിയുമായിട്ട്, ഓർമ്മയില്ലേ സാറിന്, ഈ മദനിയുമായിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് ബാന്ധവങ്ങൾ ഉണ്ടാക്കുന്നതിന് പോലും കാരണമായത് ഈ മാറാട് കലാപമാണ്. ആ മദനിയോടാണല്ലോ ഈ VS അപമാനിച്ചുകൊണ്ട് പിന്നീട് കണ്ടില്ലേ എടപ്പാളിലൊരു വേദിയിൽ ഇതേ പിണറായി വിജയൻ മദനിക്ക് കൊടുത്ത ആദരവ് നമ്മൾ കണ്ടതാണ്. ആ ഒരു ട്രാക്ക് ഉണ്ടായി വരുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ഇപ്പോൾ 22 കൊല്ലം കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ട് ഈ സാറ് പറഞ്ഞ പോലെ 1.5ഉം 2ഉം തള്ളിയത് കൊണ്ടൊന്നും ചരിത്രം അങ്ങനെ മാഞ്ഞു പോവില്ല. ചരിത്രത്തിലെ അബദ്ധങ്ങൾ സത്യസന്ധമായി ഏറ്റു പറഞ്ഞാൽ അതിന് കുറച്ചുകൂടി വില കൊടുക്കും ജനം. ഞങ്ങൾക്ക് അന്ന് അങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്തെ ഒരു സത്യാവസ്ഥ അതാണല്ലോ. നമുക്ക് വഴിയിൽ പറ്റിയ അബദ്ധങ്ങൾ ഏറ്റു പറഞ്ഞാൽ കുറെ കൂടി വിശ്വാസ്യത ആർജിക്കാൻ പറ്റും. അതല്ലാതെ ഇത് ചരിത്രത്തിൽ തെറ്റ് ഏറ്റുപറയുക എന്നത് CPM പറ്റാത്തൊരു പണിയൊന്നും അല്ലല്ലോ. എത്ര തവണ ഏറ്റു പറഞ്ഞിരിക്കുന്നു കൽക്കത്ത തീസിസ് തൊട്ട് എത്ര തവണ 40 കൊല്ലമൊക്കെ എടുക്കാറുണ്ട് ഏറ്റു പറയാൻ. അതാണ് വല്ലാതെ വൈകിപ്പോയി. അങ്ങോട്ട് എത്താനാവുന്നേ ഉള്ളൂ അല്ലേ. 22 അല്ലേ ആയുള്ളൂ. ഇനി 20 കൂടി കഴിയുമ്പോൾ പറ്റുമായിരിക്കും. മാറാട് കലാപത്തിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് തെറ്റായിരുന്നു എന്ന്. എന്തായാലും വേണ്ടിയിരുന്നില്ല. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ വിനാശകാലെ തോന്നുന്ന ആവശ്യമില്ലാത്ത തള്ളുബുദ്ധിയാണ്. ഈ പറയുന്നത് വലിയ ദോഷം ഉണ്ടാക്കും. കാരണം എന്താണെന്നറിയോ, വിനാശകാലെ വർഗീയ ബുദ്ധി. യെസ്, കറക്റ്റാണ്, ശരിയായ പ്രയോഗമാണത്. അത് മറാട്ടുകാരോടെങ്കിലും എളുപ്പമല്ല. മറാട്ടുകാർ പ്രാണൻ വെച്ച് കളിച്ച കാലമാണത്. കളിയല്ല അത്. പ്രാണൻ പിടിച്ച് ഉറങ്ങാതിരുന്നൊരു കാലമാണ്. അവർക്ക് മറക്കാൻ പറ്റും സാർ? അവരോട് മുഖത്ത് നോക്കി നുണ പറയുന്നതിന് തുല്യമല്ലേ? എല്ലാ വീട്ടിലും ഇത് കാണുകയല്ലേ? തീർച്ചയായിട്ടും അത് എനിക്കറിയില്ല. വല്ലാത്തൊരു ഈ ചരിത്രം വെച്ച് ഈ മാതിരി അട്ടിമറി നടത്തിയാൽ അത് നോക്കുകൂലി കൊണ്ടൊന്നും തീരുന്ന ഒരു അബദ്ധാവില്ല അത്.